CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നെന്മിനി എളവള്ളി പറക്കാട് മേഖലകളിൽ മിന്നൽ ചുഴലി, വൻ നാശനഷ്ടം. മരങ്ങൾ കടപുഴകി ഇലക്ട്രിക് കമ്പിയിലേക്ക് വീണു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് മേഖലയിൽ മിന്നൽ ചുഴലി നാശം വിതച്ചത്. എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. ഒരുമനിയൂർ നോർത്ത് പൊയ്യയിൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിക്കുന്ന കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. വടക്കേകാട് തെരുവുനായകളുടെ വിളയാട്ടം. പടിഞ്ഞാറേക്കല്ലൂർ സ്വദേശിയുടെ വിലപിടിപ്പുള്ള 5 ടർക്കി കോഴികളടക്കം 30-ൽ പരം കോഴികൾ ചത്തു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മന്നലാങ്കുന്ന് ജുമാത്ത് പള്ളിക്ക് വടക്കുഭാഗം താമസിക്കുന്ന പിലാക്ക വീട്ടിൽ മുക്രിയത്ത് ബാദുഷയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് സിനാനാണ് മരിച്ചത്. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ ആവേശപ്പോരിൽ. ജൂലൈ 21 ഞായറാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച പ്രക്രിയ സർവസ്വം എന്ന സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം ചെയ്തു. ഫ്രണ്ട്സ് അരിയന്നൂരിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളാർക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. കേരള കർഷക സംഘം കണ്ടാണശ്ശേരി മേഖലാ കൺവെൻഷൻ നടന്നു. വെള്ളാർക്കാട് മുക്കറിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന SSF കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവ് സമാപിച്ചു. കടങ്ങോട് സെക്ടർ ജേതാക്കളായി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിൽ കാട്ടുമങ്ങാട്ട് അബ്രഹാം മാർ കുറിലോസ് ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുവെള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ചാലിശ്ശേരി ഖദീജ മൻസിലിനു സമീപം വീട്ടിലെ കിളിക്കൂട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. പുലിക്കോട്ടിൽ മേരിയുടെ വീട്ടിലെ കിളിക്കൂട്ടിലാണ് മൂർഖനെ കണ്ടത്. മദ്ദള വിദ്വാൻ വെള്ളാറ്റഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 8ാമത് അഖില കേരള മദ്ദളകേളി മത്സരം നടന്നു. CCTV വാർത്ത ഫലം കണ്ടു. ഹരിതകർമ്മസേനാംഗങ്ങൾ താൽക്കാലിക മാലിന്യ സംഭരണ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി. കടവലൂർ പഞ്ചായത്തിലെ വടക്കുമുറി റോഡിലെ ചേലക്കുളത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള MCF ആണ് മാലിന്യം നിറഞ്ഞ് പരിസരം കാടുപിടിച്ചും കിടന്നിരുന്നത്. ജപ്പാനിൽ വെച്ച് നടന്ന ICDS ലോകകപ്പ് വോളിബോൾ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച രഞ്ജിത് കൃഷ്ണനെ വരവൂർ പിലാക്കാട് GVS ക്ലബും പിലാക്കാട് ദേശം പൂര കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് തല CH സെന്റർ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. വേലൂരിൽ കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. പൊന്നിയൂർക്കുളം കൊഴപ്പാമഠം ഗ്രാമവേദി കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ബിജു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.